ഞാൻ നമ്മുടെ നാട്ടിലെ എന്തൊക്കെ വെജിറ്റബിൾസാണ് ചൈനയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നും അതുകൊണ്ട് നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുക കുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ജെ ക്യു എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചില ക്ലൈമറ്റിൻ്റെ ഒക്കെ വ്യത്യാസം, സീസണിൻ്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും, അത്രയേ ഉള്ളൂ. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സീസണിലും നമുക്ക് എല്ലാ വെജിറ്റബിൾസും കിട്ടും. അപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്ക് പയറും കുക്കുംബറും ടൊമാറ്റോ, പംകിൻ, ആഷ് ഗാർഡ്, പിന്നെ വെളുത്തുള്ളി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഈ കുക്കുംബർ എന്നൊക്കെ പറഞ്ഞാൽ സമ്മർ സീസണിലെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട, അതിൻ്റെ ഒരു കവർ നിറച്ച് നമുക്ക് കിട്ടും. ഭയങ്കര കുറഞ്ഞ റേറ്റിൽ നമുക്ക് കുറേ കുക്കുംബറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് അവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഡിഷസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതായി കാണുന്നത് ഒരു ബിരിയാണിയാണ്. ബിരിയാണി റൈസും കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല, അവിടെ ബിരിയാണി റൈസ് കിട്ടും. ഇത് പക്ഷേ നമ്മുടെ നോർമൽ റൈസ് കൊണ്ട്, അവിടുത്തെ നോർമൽ റൈസ് കൊണ്ട് ഉണ്ടാക്കിയത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഫിഷ് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് സീ ഫിഷ് അവൈലബിൾ അല്ല. സോ നമുക്ക് മറ്റേ വളർത്തുന്ന ഫിഷാണ് കൂടുതലായിട്ട് നമുക്ക് അവിടെ കിട്ടുക. പിന്നെ ഇത് കേസരി നമുക്ക് കേസരിയൊക്കെ നാട്ടിൽ നിന്ന് നമ്മൾ റവയൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു അപ്പം, ഈ സംഭവം നമുക്ക് അപ്പം മിക്സൊക്കെ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പം. പിന്നെ ഈ കാണുന്നത് ബട്ടർ ചിക്കനാണ്. അയ്യോ കൊതി വരുന്നു. പിന്നെ പിക്കിള്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പിക്കിളാണ് ഇതൊക്കെ. പിന്നെ അവിടുത്തെ റൈസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല നമുക്ക് ഈ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റൈസാണ്. കുറച്ച് സ്റ്റിക്കിയാണ്, പക്ഷെ നല്ല രസമാണ്. അത് കറിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമാണ് അവിടുത്തെ റൈസായിട്ട്. അപ്പോൾ ഇതാണ് ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഡിഷസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഒന്ന് സെർവ് ചെയ്ത് ഞാൻ കഴിച്ച് കാണിക്കാം. ഇത് മുട്ടക്കറിയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അവിടുത്തെ മസാലാസൊക്കെ കിട്ടും കേട്ടോ. അത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, പക്ഷെ അതും അടിപൊളിയാണ്. അവിടുത്തെ താപ്പഞ്ചി മസാലയൊക്കെ വെച്ചിട്ട് ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ പൊളിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെർവ് ചെയ്ത് കുറച്ച് കേസരിയൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മൾ ഇങ്ങനെ പതുക്കെ കഴിക്കാൻ പോവാണ്. ഒരു കുഞ്ഞു ഗ്ലാസ് വൈനുണ്ട് കേട്ടോ, നല്ല ഗ്രേപ്പ് വൈനാണത്. അത് നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ച് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ ഷോപ്പിൽ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.